ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഒക്കെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 10-30 ചക്കക്കുരുവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂത്ത ചക്കക്കുരു വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കറി, തോരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല റെസിപ്പീസുകൾ നമുക്ക് കറി, തോരൻ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്, ഒരു പാനിലേക്ക് ഞാനിത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നന്നായിട്ട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മളിത് കുറച്ചൊരു പരന്ന പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ളു വേവാതെയൊക്കെ വരും. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഇതേപോലെ നമുക്ക് തോടൊക്കെ കളഞ്ഞിട്ട് ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊക്കെ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ അത് വെന്തിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തണുത്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നെയ്യൊക്കെ ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു 1/2 കപ്പ് അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പാല് കുറച്ചൊന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോഴാണ് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചക്കക്കുരുവും അതുപോലെ തന്നെ ഈ ഒരു ചവ്വരിയും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളയൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിളച്ച് പൊന്തി വരേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഈ 1 ലിറ്റർ പാലിൽ കാണിക്കുന്ന ഒരളവാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് കൂട്ടേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചവ്വരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. നമ്മുടെ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കൊരു 5-6 ഏലക്കായ നമുക്ക് ഇതേപോലെ അതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് ഇറങ്ങി വന്നോളും. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 വേണ്ട, 1-2 കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞു പോവരുത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഒന്നിങ്ങനെ പൊടിഞ്ഞിങ്ങനെ തരിതരിപ്പായിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത്. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് മുഴുവനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക്, പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പായസത്തിന് ഒരു അത്യാവശ്യം മധുരമൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അലിഞ്ഞ് വരണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും കളർ മാറുമ്പോഴേക്കും തന്നെ നമുക്കിത് പാനിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ മാറി പോകേണ്ട കാര്യമില്ല. നമുക്ക് ചെറിയൊരു പിങ്ക് കളറിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു റെസിപ്പി കിട്ടണം. അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് കാരമൽ ചെയ്തത് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പായസത്തിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു അളവിൽ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഒരു ചെറിയൊരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പാലടയൊക്കെ കഴിക്കാറില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലേക്ക് ഇതങ്ങോട്ട് മാറും കേട്ടോ, നമ്മൾ പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് മധുരം ഇനിയും വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, നല്ല കുറുകിയിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചക്കക്കുരു വറുത്തെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിന് മാത്രമേ ഒരല്പം സമയം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് വളരെ യമ്മി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്നും ഒരേപോലെയുള്ള പായസമൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിൻ്റെ തൊലിയോട് കൂടി തന്നെ ആ ഒരു ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ചക്കക്കുരു വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പല പല തരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിയിലുള്ള കുറേ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസൺ തന്നെയാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.